എന്റെ മോനെ കാട്ടുപോത്ത്, അയ്യോ. വെൽക്കം ബാക്ക് മൈ വ്യൂവേഴ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് നമ്മുടെ ഊട്ടിയിലാണ് നിൽക്കുന്നത്. ഇന്നലെയാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഇന്നലത്തെ വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അത് നിങ്ങളെ കാണിക്കണമെന്ന്, നൈറ്റ് ആയതുകൊണ്ട് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ എക്സൈറ്റ്മെൻറ്റ് വേറെ ലെവലായിരുന്നു. തണുപ്പ് കാരണം നാക്കൊക്കെ കുഴയുന്നു. ഓക്കെ, എക്സൈറ്റ്മെൻറ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരിൽ നിന്നും മസിനഗുഡി വഴി ഊട്ടിയിലോട്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു മസിനഗുഡി റൂട്ട് ഒരു വല്ലാത്ത ഒരു അനുഭവമാണ് തന്നത്. ആക്ച്വലി നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 8:30 ആയപ്പോൾ ചെക്ക് പോസ്റ്റിൽ അവിടെ നമ്മൾ ചോദിച്ചായിരുന്നു. 2 ബൈക്കുണ്ട്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് പോകുന്ന എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാനും അവനും ഉണ്ടായിരുന്നു. സോളോ അടിച്ചാണ് വന്നത്. അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ അവർ പറഞ്ഞു ബൈക്ക് കയറ്റി വിടാൻ പറ്റത്തില്ല, സീനാണ്, പുറത്ത് ആനയൊക്കെ വരും, അപ്പോൾ അത് നിങ്ങളുടെ സേഫ്റ്റിയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും അവർ പെറ്റിയോ അങ്ങനെ എന്തെങ്കിലും തരാനായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവർ പറഞ്ഞു ടിക്കറ്റ് അവർ തന്നായിരുന്നു. ഫ്രീ പാസ് എന്നും പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് തന്നെ, അല്ലെങ്കിൽ എമൗണ്ട് ഒന്നും എടുത്തിട്ടില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം വീഡിയോയിൽ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു പാസ് തന്നല്ലോ, 200 രൂപ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേങ്കിൽ പാസിൽ എമൗണ്ട് ഒന്നും എഴുതിയിട്ടില്ല. അതിനകത്ത് എമൗണ്ട് ഫ്രീ പാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം സംഭവം നമ്മുടെ ബൈക്ക് കയറ്റി വിടണമെങ്കിൽ അവർക്ക് 200 രൂപ വേണം, ഒരു ബൈക്കിന് 100 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 200 രൂപ കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് കയറി മുന്നോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് ആ വീഡിയോസ് എന്തായാലും നിങ്ങളെ കാണിക്കാം. ആദ്യം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരുന്നതായിരിക്കും തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ. കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇതാ നമ്മുടെ മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകുന്ന റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആനയും കാര്യങ്ങളും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രണ്ടിലൊരു കാറ് പോകണുണ്ട് അപ്പുറത്തോട്ട്. അപ്പം അതിൻ്റെ ആ ഒരു ലൈറ്റ് വെട്ടത്തിൻ്റെ ആ ഒരു ഇതിലാണ് പോകുന്നത്. ഫ്രീ പാസ്സാണ് ആക്ച്വലി ബൈക്കിന്. പിന്നെ അവർ ക്യാഷ് മേടിച്ചായിരുന്നു, കയറ്റി വിടണമെങ്കിൽ ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാഷ് മേടിച്ചായിരുന്നു. നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നൊരു 17-18 ഡിഗ്രി തണുപ്പായിരിക്കും. പിന്നെ അവർ വേറെ 2-3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഫോറസ്റ്റിലെ ഓഫീസേഴ്സ്. ഇതിലെ കയറി പോകുമ്പോഴത്തേങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആനയെ കാണുകയാണെങ്കിൽ വലിയ ലോറിയോ വലിയ എന്തെങ്കിലും വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെ പോവാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 കിലോമീറ്ററാണ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നും ഉള്ളത്. ആക്ച്വലി നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റൂട്ട് നൈറ്റ് ചൂസ് ചെയ്തത്. ഇവിടെ നിന്ന് നേരെ മസിനഗുഡി പോയി ഫുഡ് കഴിക്കുന്നു, അവിടെ നിന്ന് നേരെ ഊട്ടിയിലോട്ട് പോകുന്നു. മിക്കവാറും മസിനഗുഡിയിൽ സ്റ്റേ ചെയ്തിട്ടായിരിക്കും ഊട്ടിയിലോട്ട് പോകുന്നത്. മസിനഗുഡി വഴി ഊട്ടിയിലോട്ടൊക്കെയാണ്. അമ്പോ, അതെന്തോന്ന് പറയാത് സീനിക്ക് സാധനം. അയ്യോ, കണ്ട് പിന്നായം പോലെ കണ്ടൊരു സാധനം. എന്റെ പേര് മറന്നുപോയി, എന്താണെന്തോ. ആക്ച്വലി ഞാനത് കണ്ടില്ല, ഹെൽമെറ്റിനകത്തൂടെ കണ്ടിട്ടില്ല. അവൻ ഹോൺ അടിച്ചപ്പോഴാണ്, എൻ്റെ ഫ്രണ്ട് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, പുള്ളിക്കാരൻ ഹോൺ അടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഫ്രണ്ടിലുള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. എന്തായാലും ഒരു കാറിൻ്റെ പുറകെ പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്.
ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഊട്ടി പോയതിന് ശേഷം ഊട്ടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ടാണ്, മീൻസ് അങ്ങനെയാണ് ഉദ്ദേശിച്ചതിനെ. പക്ഷേ ഈ മസിനഗുഡി വഴി വീഡിയോ എടുക്കണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എന്തോ ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഒരു ഫീൽ ഗുഡ് അടിച്ചത് കൊണ്ട് മാത്രമാണ് ക്യാമറ ഓണാക്കി ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെ. എൻ്റെ സൗണ്ട് മാറാൻ വളരെ സാധ്യത കൂടുതലാണ്. ആക്ച്വലി ഈ തണുപ്പ് ഭാഗത്തോട്ട് കയറുമ്പം എൻ്റെ സൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും. ആന സാർ ഇതിൽ പാസ് ചെയ്യും എന്നാണ് ഇതിൽ ബോർഡിലൊക്കെ, സൈൻ ബോർഡിലൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നത്. നല്ല കിടിലൻ തണുപ്പ്. അയ്യോ, സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ മസിനഗുഡി ഊട്ടി വഴി വരുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ചൂട് കൊണ്ട് മനുഷ്യന് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സിറ്റിയിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഇവിടെ ഒരു വീടൊക്കെ എടുത്ത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ സീനുണ്ട്. വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന വന്ന് അടുത്ത ദിവസം അതിനെ കുത്തി മലത്തി ഇടും എന്തായാലും. അത് വേറൊരു പരമസത്യമാണ്. കർണാടക വണ്ടിയാണ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്. ഗോപ്രോയിൽ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ലോറിയൊക്കെ അനങ്ങുന്നില്ല, ലോഡ് ഫുള്ളാണെന്നാണ് തോന്നുന്നത്. അയ്യോ, മോനെ ആന 1 2 3 ആനകളാ. എൻ്റെ മോനെ കാട്ടുപോത്ത്. അയ്യോ, കാട്ടുപോത്ത്. അയ്യോ, അളിയ കാട്ടുപോത്തുണ്ടോ? അയ്യോ, അയ്യോ സീന്. കണ്ടാ എന്റെ മോനെ, ഇതോ പോണൊരു സാധനം. അയ്യോ, ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് വന്നതിന് ശേഷം ഊട്ടിയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഫാർ അവേ ആണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ആ സ്റ്റേ ചെയ്ത സ്ഥലം ഞാൻ അതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടിട്ട് വരിക. എൻ്റെ ബുക്കിംഗ് അല്ലേ, ബുക്കിങ്ങിനെ കുറിച്ച് ഇത് നമുക്ക് കിട്ടിയത് ഊട്ടി ഹോംസ് എന്ന് പറയുന്ന ഒരു ടീംസാണ് നമുക്ക് ഈ ഒരു റൂമിൻ്റെ നമ്പർ തന്നത്. അപ്പോൾ ഇത് സംഭവം രാകേഷ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇത് സംഭവം മറ്റേ ടെറസിലുള്ള സെറ്റപ്പാണ്. എന്നാലും ഒരു 1500 രൂപയ്ക്ക് ഈ സീസൺ ടൈമിൽ വർത്താണെന്ന് പറയാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കാരണം 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു ബെഡ്, പിന്നെ കോമൺ ബാത്റൂമാണ്. പിന്നെ എന്തുവാ 1500 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. അത് നല്ലൊരു സ്പോട്ടാണിത്. കാണാൻ അടിപൊളി ലൊക്കേഷനും നല്ല സീനറിയും, വരുന്ന വഴിക്ക് തന്നെ നമുക്കൊരു കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റി. അപ്പം നല്ലൊരു ലൊക്കേഷനാണിത്. വീഡിയോ കൊടുക്കാം. അപ്പം റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ 1500 രൂപയ്ക്ക് ഈ സീസൺ ടൈമിൽ പക്ക വർത്തുണ്ട്. ഇതാണ് ആ ഒരു നമ്മുടെ സ്റ്റേ ചെയ്ത സ്പോട്ട്. ഇതാണ് അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത്.
സ്റ്റേ ചെയ്ത സ്പോട്ട് ഇതാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആണ്. കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം 3-4 ബൈക്കിന് വയ്ക്കാനായിട്ടുള്ള സെറ്റപ്പുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിയിൽ നമ്മുടെ മെയിൻ സ്പോട്ടിലല്ല നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഊട്ടി എന്നുള്ള ഒരു സാധാരണ വരുമ്പോൾ മെയിനായിട്ടും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മറ്റേ എല്ലാവരും പോകുന്ന ഒരു ഭാഗമാണ് ട്രെയിനൊക്കെ പോകുന്ന ഭാഗത്ത് ലൗദൽ എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കിന്നക്കോരൈ വില്ലേജ് ആ ഒരു ഭാഗത്തോട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ വേറൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇലക്ഷനാണ്. ഇപ്പോൾ കിന്നക്കോരയിലോട്ട് കയറ്റി വിടുമോ എന്ന് അറിയാൻ പാടില്ല. അങ്ങനെ കയറ്റി വിടും എന്നുണ്ടെങ്കിൽ വില്ലേജിലോട്ട് എന്ന് പറയുമ്പോൾ കിന്നക്കോരൈ അങ്ങനെ 2-3 വില്ലേജസ് ഉണ്ട്. അപ്പോൾ അതൊരു പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ കയറ്റി വിടും എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് അല്ല പാർട്ട് 2 ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇറക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഫോഗില്ലാന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. 15 16 ഇന്നലെ രാത്രി 13 ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആവലാഞ്ചി ലേക്കിലാണ്. ആവലാഞ്ചി ലേക്കിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കിന്നക്കോരയിലോട്ട് പോകാനാണ് പ്ലാൻ. എന്തായാലും നോക്കാം. ഈ ഒരു ഫൂട്ടേജസ് മാത്രം കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. വേറെ ഫൂട്ടേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാം. ബൈ.